ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരമുണ്ട്. സ്റ്റോറീസ് വിത്ത് അക്ഷയിൽ കൂടെയുള്ള അക്ഷയ് പ്രകാശാണ്. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നത് ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുറച്ച് ആർട്സിനെ കുറിച്ചിട്ടാണ്. ആർട്ട് ഓഫ് ലെറ്റിംഗ് ഗോ, അല്ലെങ്കിൽ ആർട്ട് ഓഫ് മൂവിങ് ഓൺ, അല്ലെങ്കിൽ ആർട്ട് ഓഫ് ആക്സെപ്റ്റിംഗ് ദ മിസ്റ്റേക്സ് എന്നുള്ളത്. എൻ്റെ ഇൻസ്റ്റഗ്രാം ഹാൻഡിൽസൊക്കെ ഫോളോ ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാനായിട്ട് പറ്റും, ഞാൻ ലാസ്റ്റ് ചെയ്ത ആ ഒരു റീൽ അറൗണ്ട് 700K+ ആൾക്കാരിലേക്ക് റീച്ച് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഒരുപാട് ഷെയർസൊക്കെ പോയിട്ടുണ്ട് എന്നുള്ളത്. പക്ഷേ അത് അപ്ലോഡ് ആക്കിയിട്ട് കുറച്ച് നല്ലപോലെ റീച്ചായ ശേഷമാണ് എനിക്കൊരു കമൻറ്റ് വരുന്നത്. ഞാൻ പറഞ്ഞ കാര്യത്തിൽ മിസ്റ്റേക്ക് ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു ആ ഒരു കമൻറ്റ് എന്നുള്ളത്. ആസ് യൂഷ്വൽ റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ടായിരുന്നു ഞാൻ സംസാരിച്ചത്. അവിടെ ആ ഒരു ലൈൻസിൽ റിയലൈസിങ് ഹൗ മച്ച് ദേ മീൻ ടു യു എന്ന് പറയുന്നതിന് പകരം ദേ മീൻസ് ഒരു എസ് കൂടി പോയതാണ് പ്രശ്നമായത്. എന്താ പറയുക, ആ ഒരു കമൻറ്റ് വന്നപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത്, ഞാൻ റിയലൈസ് ചെയ്യുന്നത് എൻ്റെ ഒരു മിസ്റ്റേക്ക് എന്നുള്ളത്. പക്ഷേ ആദ്യം ഞാൻ ഒരു 2-3 മണിക്കൂർ ഞാനിങ്ങനെ ഇരുന്നു, ഇത് ഡിലീറ്റ് ചെയ്യണോ അല്ലെങ്കിൽ മൈൻഡ് ചെയ്യാണ്ടിരിക്കണോ എന്നൊക്കെ. സത്യം പറഞ്ഞാൽ എനിക്ക് ദേഷ്യമായിരുന്നു. ഇത്രയും ആൾക്കാർ നല്ല കമൻറ്റ്സ് പറയുന്ന സമയത്ത് ഇവൻ മാത്രം എന്നെ ഇങ്ങനെ, ഇവൾ മാത്രം എന്നെ ഇങ്ങനെ ക്രിട്ടിസൈസ് ചെയ്യുന്നു എന്നുള്ളത്. ആൻഡ് അങ്ങനെ ഞാനത് ഡിലീറ്റ് ചെയ്യണോ വേണ്ടിയോ എന്നുള്ള ആ ഒരു മൊമെൻറ്റിൽ ഞാൻ കയറി അത് പിൻ ചെയ്തിട്ട് ഞാൻ മിസ്റ്റേക്ക് ചൂണ്ടിക്കാണിച്ചതിന് സന്തോഷം എന്നും പറഞ്ഞുകൊണ്ട് സോറി ഫോർ ദ മിസ്റ്റേക്ക്, താങ്ക് യു എന്നൊക്കെ പറഞ്ഞുകൊണ്ട്, താങ്ക് യു ഫോർ ലെറ്റിംഗ് മീ നോന്നോ അങ്ങനെ എന്തോ പറഞ്ഞുകൊണ്ട് ഞാൻ ഒരു റിപ്ലൈ ഇട്ടു. ഒരു കമൻറ്റ് ഡിലീറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്താ പറയുക, ഒരു ക്രിറ്റിസിസം, അതും ഹെൽത്തി ആയിട്ടുള്ള ക്രിറ്റിസിസം അക്സെപ്റ്റ് ചെയ്യുന്നതിന് പകരം അത് ഡിലീറ്റ് ചെയ്യാമെന്ന് ഞാൻ നേരെ കയറി അത് പിൻ ചെയ്തു എന്നുള്ളത്. ചില സമയങ്ങളിൽ നമ്മൾ അങ്ങനെയാണല്ലേ, എന്താ പറയുക, ചില ക്രിറ്റിസിസം നമുക്ക് അത്ര ഓക്കെ ആയിരിക്കില്ല. എന്താ പറയുക, നമുക്ക് ഒരുപാട് ദേഷ്യമൊക്കെ തോന്നുന്നുള്ളത് അവരോടായിട്ട്. എന്ത് കാര്യമായാലും നമ്മളുടെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുന്നവരുടെ അടുത്ത് എപ്പോഴും നമുക്കൊരു ദേഷ്യമാണല്ലേ. ആക്സെപ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് എപ്പോഴും മടിയാണ്. ഇവിടെ അക്ഷയ് സാർ ഭയങ്കര മാതൃകയായി എന്നൊന്നല്ല പറയാനായിട്ട് പോകുന്നത്. ബട്ട് യെസ്, ഐ ഹവ് ചേഞ്ച്ഡ് എ ലോട്ട്. എന്താ പറയുക, ഐ സ്റ്റാർട്ടഡ് റിയലൈസിങ് തിങ്സ്, സ്റ്റാർട്ടഡ് ആക്സെപ്റ്റിംഗ് തിങ്സ് എന്നുള്ളത്. അതിനുശേഷം എന്തോ ഒരു പ്രൗഡ് ഫീലിംഗ് ഒക്കെ ആയിരുന്നു, അല്ലെങ്കിൽ എന്തോ ഒരു ഗുഡ് ഫീലിംഗ് ഒക്കെ വന്നിരുന്നു. പ്രൗഡ് ഫീലിംഗ് അല്ല, ഒരു ഗുഡ് ഫീലിംഗ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. ആൻഡ് ഓഫ് കോഴ്സ് നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് വരാം. അതായത് വെൻ വി ടോക്ക് അബൌട്ട് റിലേഷൻഷിപ്പ്, ഒരുപാട് മൊമെൻറ്റ്സിലായിട്ട് ഈ സെയിം കാര്യങ്ങൾ, ലെറ്റിംഗ് ഗോ, മൂവിങ് ഓൺ, അല്ലെങ്കിൽ ആക്സെപ്റ്റ് ചെയ്യാന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഒരുപാട് കാര്യങ്ങളായി ചെയ്യേണ്ടി വരാറുണ്ട്. പക്ഷേ എൻ്റെ സൗണ്ട് ഭയങ്കരമായിട്ട് പ്രശ്നമാണ്, ഭയങ്കര തൊണ്ടവേദന കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് സഹിക്കണം. പക്ഷേ എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ റിലേഷൻഷിപ്പിൻ്റെ കേസിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നത് അത് വൺ സൈഡഡ് ആവുന്നതുകൊണ്ട് മാത്രമാണെന്നുള്ളതാണ്. അവർ നിങ്ങൾക്ക് വേണ്ടി ഇടുന്ന ആ ഒരു സെയിം എഫേർട്സ് അവരുടെ ഭാഗത്ത് നിന്ന് ഇല്ലാതിരിക്കുമ്പോഴാണ്. ആൻഡ് ഇൻ ദാറ്റ് കേസ് ഇറ്റ്സ് ഓൾവേസ് ബെറ്റർ ടു മൂവ് ഓൺ. ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർക്ക് നമ്മൾ വേണം എന്നുണ്ടെങ്കിൽ അവർ നമ്മൾ നഷ്ടപ്പെടുത്താനായിട്ട് ഒരു മൊമെൻറ്റ് പോലും ഉണ്ടാക്കില്ല എന്നുള്ളതാണ്. അതിനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കില്ല എന്നുള്ളതാണ്. ഭയങ്കര ബിസി ആയിട്ടുള്ള വർക്കും സ്റ്റഡീസൊക്കെ ആയിട്ട് ഭയങ്കര ബിസി ആയിട്ടുള്ള സിറ്റുവേഷനിൽ പോലും അവർക്ക് വേണ്ടി നമ്മളൊരു ടൈം കണ്ടെത്താറുണ്ടല്ലേ. അവരെ കാണാനായിട്ട്, അവർ സംസാരിക്കാനായിട്ടൊക്കെ ഒരു ടൈം കണ്ടെത്തുന്ന സമയത്ത് അവരുടെ ഭാഗത്ത് നിന്ന് ചിലപ്പോൾ ആ ഒരു സെയിം എഫേർട്സ് ഉണ്ടായിരുന്നു വരില്ല. അവർ നിങ്ങളെ അവോയ്ഡ് ചെയ്യായിരിക്കും. അവർ നിങ്ങളെ എന്തായാലും വർക്ക് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഒഴിഞ്ഞു മാറുന്നു. ഒന്ന് മീറ്റ് ചെയ്യാനൊക്കെ പറഞ്ഞാൽ അവർക്ക് സമയം കാണില്ല, അല്ലെങ്കിൽ ഒന്ന് കോൾ ചെയ്യാനായിട്ട് സംസാരിക്കാനായിട്ടൊന്നും സമയം കാണില്ല. ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ പല സ്റ്റോറീസും കേട്ടിട്ടുണ്ട്. ഒരു ഫ്രണ്ട്, അവൾ പറഞ്ഞൊരു കാര്യമാണ്, അവളുടെ ഫോൺ മാത്രം അവൻ അറ്റൻഡ് ചെയ്യില്ല എന്നുള്ളത്. നേരെ തിരിച്ച് അവൻ്റെ ഫ്രണ്ട്സിൻ്റെ കോൾസൊക്കെ അവൻ അറ്റൻഡ് ചെയ്യുന്നു. ഇവളുടെ അടുത്ത് പറയാനായിട്ട് എന്തെങ്കിലും എക്സ്ക്യൂസൊക്കെ ഉണ്ടാവും എന്നുള്ളത്, അതവൻ കണ്ടെത്തുന്നു എന്നുള്ളത്. അവളിപ്പോൾ ബ്രേക്കപ്പായി, എന്താ പറയുക, അതിനുശേഷം അവൻ വീണ്ടും അവൻ്റെ പ്രശ്നങ്ങളൊക്കെ മനസ്സിലാക്കി അവളുടെ അടുത്തേക്ക് വന്നിരുന്നു. പക്ഷേ ഷീ ഡിഡ്ന്റ് അക്സെപ്റ്റ്. ആക്ച്വലി അത് നല്ലതാണെന്ന് തോന്നുന്നു. കാരണം അവൾ ഒരുപാട് തവണ അവന് വേണ്ടി സംസാരിക്കാനായിട്ട് ശ്രമിച്ചായിരുന്നു. പക്ഷെ അപ്പോഴൊക്കെ അവളുടെ ഭാഗത്തു നിന്ന് യാതൊരു പോസിറ്റീവ് സയൻസും കാര്യമൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ അവൾ ഇല്ലാണ്ടായപ്പോഴാണ് അവർ ഇങ്ങനെ മനസ്സിലാക്കുന്നത് അവളുടെ വേർത്ത് എന്തായിരുന്നു എന്നുള്ളത്. എന്താ പറയുക, ഒരു പ്രോപ്പറായിട്ടുള്ള ആൻസേഴ്സ് കൊടുക്കാതെ ചുമ്മാ ഇങ്ങനെ പോസ്റ്റ് അടുപ്പിക്കുന്ന ഒരവസ്ഥയില്ലേ. പറ്റില്ല എങ്കിൽ അത് പറ്റില്ല എന്ന് പറയാതെ, അല്ലെങ്കിൽ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ അത് ഓക്കെ ആണ് എന്ന് പറയാതെ ഹോൾഡ് ചെയ്യുന്ന ഒരവസ്ഥ എന്നുള്ളത്. ഇവരാണെങ്കിൽ അവർ തിരിച്ചു വരും, അല്ലെങ്കിൽ എല്ലാം പഴയ പോലെ ഓക്കെ ആവും എന്നും പ്രതീക്ഷിച്ചുകൊണ്ട് ഇവരിങ്ങനെ വെയിറ്റ് ചെയ്തേയിരിക്കുന്നു എന്നുള്ളത്. പക്ഷേ അവനാണെങ്കിൽ അവിടെ ഭയങ്കര ചില്ലായിട്ട് ഫുൾ ഫണ്ണിലും ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകുന്നു എന്നുള്ളത്. എനിക്കറിയാം, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നെങ്കിലും പലരും ഈ ഒരു സിറ്റുവേഷനിലൂടെ ഇങ്ങനെ കടന്നു പോയിട്ടുണ്ടാവും. പല മൊമെൻറ്റ്സിലായിട്ട് അവർ നിങ്ങളുടെ അടുത്ത് ഒരു ആവശ്യമില്ലാണ്ട് വഴക്കടിക്കുന്നുണ്ടാവും, നിങ്ങളെ അവോയ്ഡ് ചെയ്യുന്നുണ്ടാവും. ഓക്കെ, നിങ്ങൾ പറയും ഒരു ഫൈറ്റൊക്കെ ഒരു റിലേഷൻഷിപ്പ് ആകുമ്പോൾ ഭയങ്കര കോമൺ ആയിട്ടുള്ള കാര്യമാണ്, ഭയങ്കര നോർമൽ ആയിട്ടുള്ള കാര്യമാണെന്നൊക്കെ. ഹെൽത്തി ആയിട്ടുള്ള ഫൈറ്റ്സ് ആണെങ്കിൽ ഇറ്റ്സ് ഓക്കെ, അത് ഓക്കെ ആണെന്ന് വെക്കാം. പക്ഷേ വെൻ ഇറ്റ് കംസ് ടു അൺഹെൽത്തി തിങ്സ് ദിസ് വിൽ ഹേർട്ട് എ ലോട്ട്. എൻ്റെ റീൽസും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ഒരു സ്ട്രേഞ്ച് എന്നല്ല, ഒരു കുട്ടി എനിക്ക് ടെക്സ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവളോട് സംസാരിച്ചപ്പോൾ അവൾ പറഞ്ഞ വേറെ ഒരുപാട് കാര്യങ്ങൾ, സംതിങ് നമുക്കൊന്നും ആക്സെപ്റ്റ് ചെയ്യുന്നതിലും അല്ലെങ്കിൽ ഇമാജിൻ ചെയ്യുന്നതിലും ഒരുപാട് അപ്പുറത്തുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു. ആക്ച്വലി ഐ വാസ് ക്രൈയിങ് ഹിയറിങ്.
ഒരാളെ ഒരു റിലേഷൻഷിപ്പിലാണെന്ന് വെച്ചിട്ട് ഇത്രയും ഫിസിക്കലി ഹേർട്ട് ചെയ്യുക എന്ന് പറയുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ. ഷീസ് എബ്രോഡ്. അതുകൊണ്ട് തന്നെ എന്താണ് അവൾക്ക് ഈ ഫ്രണ്ട്സും കാര്യങ്ങളും മാത്രമേ ഉള്ളൂ സംസാരിക്കാനായിട്ട്. എനിക്ക് ഭയങ്കര പാവം തോന്നിയതിലാണ്. ഇതിനും മാത്രം എന്തിനാണ് ഇതൊക്കെ സഹിച്ച് അവിടെ നിൽക്കുന്നത് എന്നുള്ളത്. പുള്ളിക്കാരൻ ഇവളെ ചുമ്മാ ഒരു റീസൺ ഇല്ലാണ്ട് ഉപദ്രവിക്കുന്നു എന്നുള്ളത്, അവന് വേറെ റിലേഷൻഷിപ്പ് ഉണ്ട് എന്നുള്ളത് അവൾ അറിഞ്ഞു. പക്ഷേ ഇവളുടെ അടുത്ത് ഇല്ല എന്നൊക്കെ പറഞ്ഞ് ഇവളിങ്ങനെ കൺവിൻസ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു എന്നുള്ളത്. ആൻഡ് വീണ്ടും ഇല്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇവളെ വീണ്ടും ഉപദ്രവിക്കുന്നു എന്നുള്ളത്. വേറൊരു കാര്യം, അവൻ്റെ എല്ലാ കാര്യങ്ങളും നോട്ട്സ് എഴുതി കൊടുക്കാനും അവൻ്റെ ഡ്രസ്സ് വാഷ് ചെയ്ത് കൊടുക്കാനും സത്യം പറഞ്ഞാൽ കേട്ടോ ഭയങ്കര പുച്ഛമായിരുന്നു എനിക്ക്. എന്താണ് ഇങ്ങനെയൊക്കെ, ഞാനൊന്ന് കേട്ട് കേൾവി പോലും ഇല്ലാത്ത കുറേ കാര്യങ്ങളാണ്. അവരുടെ ഭാഗത്ത് നിന്ന് ഒരു എഫേർട്ട് നിങ്ങൾ കാണുന്നില്ല എന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് അവരുടെ അടുത്ത് ബൈ ബൈ പറയാമെന്നുള്ളത് മാത്രമാണ്. ലെറ്റ് ദം ലോസ് യു. വെറുതെ നിങ്ങൾ ചുമ്മാ നിങ്ങളുടെ ടൈമും എനർജിയൊക്കെ വേസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നാൽ യു വേസ്റ്റിംഗ് യുവർ ലൈഫ് എന്നുള്ള ഫാക്റ്റ് മനസ്സിലാക്കുക എന്നുള്ളത്. നിങ്ങൾക്കൊരു പീസ്ഫുൾ ലൈഫ് വേണമെന്നുണ്ടെങ്കിൽ ബെറ്റർ യു സ്റ്റേ അവേ ഫ്രം ദീസ് നെഗറ്റീവ് പീപ്പിൾ, നെഗറ്റീവ് എനർജി. ഓക്കെ, ലെറ്റിംഗ് ഗോ എന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ടുള്ള കാര്യമൊന്നുമല്ല. പക്ഷേ നമ്മളുടെ ലൈഫിൻ്റെ വേർത്ത് മനസ്സിലാക്കുന്ന ആ ഒരു മൊമെൻറ്റ്, ആ ഒരു സ്റ്റേജിൽ നിങ്ങൾ റിയലൈസ് ചെയ്യും. വെറുതെ ഇവിടെ തന്നെ ഇങ്ങനെ കടിച്ച് നോങ്ങി നിന്ന് കഴിഞ്ഞാൽ, ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് വലിയ കാര്യമൊന്നും ഉണ്ടാകാൻ പോകില്ല എന്നുള്ളത്. നിങ്ങളുടെ ലൈഫ് മാത്രമാണ് ഇങ്ങനെ വേസ്റ്റ് ആയിക്കൊണ്ടേ നിൽക്കുന്നത് എന്നുള്ളത്. നിങ്ങൾക്ക് മാത്രമേ, അല്ലെങ്കിൽ നിങ്ങൾ സ്വയം വിചാരിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ ഒരു ചേഞ്ച് ഉണ്ടാക്കാനായിട്ട് സാധിക്കും എന്നുള്ളത്. അക്സെപ്റ്റ് ചെയ്യാനായിട്ട് പഠിക്കുക എന്നുള്ളത്. വൺസ് നിങ്ങളുടെ ലൈഫിൽ നിന്ന് നിങ്ങൾ അവരെ ഒഴിവാക്കി കഴിഞ്ഞാൽ, അവരിൽ നിന്ന് മൂവ് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ അവർ വീണ്ടും നിങ്ങളുടെ ലൈഫിലേക്ക് അയറ്റാതിരിക്കുക എന്നുള്ളത്. നിങ്ങൾക്ക് പെയിൻ ഉണ്ടാക്കുന്ന, മെൻ്റൽ സ്ട്രെസ് ഉണ്ടാക്കുന്ന ആരെയും അധികകാലം വെച്ചുകൊണ്ട് നിൽക്കരുത് എന്നുള്ളത്. ആൻഡ് എപ്പോഴും പേഷ്യൻസ് കീപ്പ് ചെയ്യുക എന്നുള്ളത്. ഇത് പെട്ടെന്ന് ഇന്ന് വിചാരിച്ചാൽ ഇന്ന് തന്നെ നടക്കും എന്നൊന്നുമില്ല. ടൈം എടുത്തും മെല്ലെ ക്ഷമ ആട്ടിൻ സൂപ്പിൻ്റെ ഫലം ചെയ്യും എന്നൊക്കെ പറയുന്നത് ഒരു സെയിം ഇല്ലേ. സൂപ്പ് പിടിക്കാത്ത ഞാനാണ് ഈ പറയുന്നതെന്ന് പറയണം. എന്തെങ്കിലും ആവട്ടെ. അടുത്തത് ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള കാര്യമാണ് ബി യുവർ ബിഗ്ഗസ്റ്റ് ഫാൻ എന്നുള്ളത്. സെൽഫ് കെയർ ടിപ്സൊക്കെ ഫോളോ ചെയ്യുക, നിങ്ങൾ ബെറ്റർ ആകുന്ന കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്ത് ജീവിക്കുക എന്നുള്ളത്. അക്ഷയ് സാറിനൊക്കെ പോലെ. പിന്നെ ഫോർഗിവ് എന്നുള്ളതാണ്. ഫോർഗിവ് എന്ന് പറയുന്നത് അവരെ വീണ്ടും നിങ്ങളുടെ ലൈഫിലേക്ക് വീണ്ടും കൊണ്ടുവരണം എന്ന് ഒരർത്ഥത്തിലല്ല. എന്താ പറയുക, ഒരു റീകണക്ഷൻ എന്നുള്ള അർത്ഥത്തിലല്ല, അതൊരിക്കലും വേണ്ട. പക്ഷേ ഫോർഗിവ് ചെയ്യുന്നത് നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ നിങ്ങൾ അനുഭവിക്കുന്ന സ്ട്രെസ്സൊക്കെ ഇല്ലാണ്ടാക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഒരു പരിധിവരെയൊക്കെ ആ ഒരു ബേർഡൻ നമുക്ക് കുറയ്ക്കാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് അക്നോളജ് യുവർ സെൽഫ് എന്നുള്ളതാണ്. വൺസ് നിങ്ങൾ മൂവ് ഓൺ ചെയ്യാനായിട്ടുള്ള ഡിസിഷൻ എടുത്തു കഴിഞ്ഞാൽ സെക്കൻഡ് തിങ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഇമോഷൻസൊക്കെ പ്രോസസ് ചെയ്യാന്നുള്ളതാണ്. അതൊരിക്കലും നിങ്ങളുടെ ഉള്ളിൽ തന്നെ അടക്കി വെക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ്. ലെറ്റ് ഔട്ട് യുവർ ഫീലിങ്സ് എന്നുള്ളത്. ഒരു ഫ്രണ്ടിൻ്റെ അടുത്ത് സംസാരിക്കുക, അല്ലെങ്കിൽ ഒരു തെറാപ്പിസ്റ്റിനെ കാണുക, അല്ലെങ്കിൽ ജേർണൽസ് ചെയ്താൽ, ഇങ്ങനെ ഒരുപാട് വഴികളിലൂടെ നിങ്ങളുടെ ഇമോഷൻസിനെയൊക്കെ പ്രോസസ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് പറ്റും എന്നുള്ളത്. ഇപ്പോൾ ഈ ഒരു പ്രസൻസ് സിനാരിയോ ഇല്ലേ, അതിൽ ഫോക്കസ് ചെയ്യുക എന്നുള്ളത്. അവിടെയുള്ള കാര്യങ്ങൾ, അവിടെയുള്ള ആൾക്കാർ, അവിടെയുള്ള നിങ്ങളുടെ വർക്ക്സും കാര്യങ്ങളൊക്കെ ഫോക്കസ് ചെയ്യുക എന്നുള്ളത്. പാസ്റ്റിനെ കുറിച്ചും ഫ്യൂച്ചറിനെ കുറിച്ചും ഈ ഒരു മൊമെൻറ്റിൽ ബോധം ആവാതിരിക്കുക എന്നുള്ളത്. അത് കൂടുതൽ ആങ്സൈറ്റിയും കൂടുതൽ സ്ട്രെസ്സൊക്കെ തരാൻ മാത്രമേ ഹെൽപ്പ് ആവൂ എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളത്. ആൻഡ് ദ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഒരു അപ്പോളജിക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. നിങ്ങളുടെ ഈ ഒരു ഹീലിംഗ് പ്രോസസ് അത് അത്രയും സ്ലോ ആക്കും എന്നുള്ളതാണ്. അതിനുകൊണ്ട് പ്രത്യേകിച്ച് ഒരു കാര്യം ഉണ്ടാവില്ല. നിങ്ങൾ അവർ സോറി പറയട്ടെ എന്ന് വെയിറ്റ് ചെയ്തിരുന്നു കഴിഞ്ഞാൽ നിങ്ങളെങ്ങനെ ഇരിക്കത്തെ ഉണ്ടാവുള്ളൂ എന്നുള്ളത്. നിങ്ങൾ പിന്നെയും എനർജി, നിങ്ങളുടെ ടൈമൊക്കെ വേസ്റ്റ് ചെയ്യുകയാണെന്നുള്ളത്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന നിങ്ങൾക്ക് ഉറപ്പുള്ള മനുഷ്യരുടെ അടുത്തേക്ക് കയറി ചെല്ലുക എന്ന് മാത്രമാണ് പറയുന്നത്. അപ്പോൾ ഞാനിങ്ങനെ അവസാനിപ്പിക്കുകയാണ്. ഞാൻ യൂസ് ചെയ്യുന്ന, എനിക്ക് ഹെൽപ്പ് ആവുമെന്ന് തോന്നിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ഹെൽപ്ഫുൾ ആവുമെന്ന് വിചാരിക്കുകയാണ്. ഹെൽപ്ഫുൾ ആയി എങ്കിൽ അറിയിക്കാനായിട്ട് മറക്കരുത്. എൻ്റെ ഇൻസ്റ്റാഗ്രാം ഹാൻഡിൽസിലോ മെയിൽസായിട്ടോ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ കമൻറ്റ്സൊക്കെ ഷെയർ ചെയ്യാം. അപ്പോൾ പുതിയൊരു എപ്പിസോഡിൽ പുതിയൊരു വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പോൾ വീണ്ടും കാണാം. ടാറ്റാ, ബൈ.